നമസ്കാരമുണ്ട്. നമ്മൾ ഈ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ത്രില്ലറുകൾ, ആ സിനിമയിലൊക്കെ ഈ പരാജയപ്പെട്ടു പോകുന്ന രാഷ്ട്രീയക്കാരുടെ കഥ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. നാട് നന്നാക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ടിറങ്ങും, പക്ഷേ ഈ സോക്കോൾഡ് രാഷ്ട്രീയക്കാരുടെ കരാളഹസ്തങ്ങളിൽപ്പെട്ട് അവരുടെ ചതിപ്രയോഗങ്ങളിൽപ്പെട്ട് തളർന്നു പോകുന്ന രാഷ്ട്രീയക്കാർ നമ്മൾ ഒരുപാട് പേര് സിനിമ കണ്ടു. ഇന്നാണ് നേരിട്ട് ഒരാളെ കാണുന്നത്. സഹതാപം തോന്നി, സങ്കടം തോന്നി, പലതും തോന്നി നമ്മുടെ അഖിൽമാരെ കണ്ടിട്ട്. എങ്ങനെ നടന്നൊരു ചെറുപ്പക്കാരനാണ്. ഏതായാലും നമുക്ക് കഥയിലേക്ക് പോകാം. ചെറുകുടിഞ്ഞ കിനാക്കൾ 2.0. അഖിൽമാരാർ നമുക്കറിയാം. അഖിൽമാരാർ ഒരു സിനിമയൊക്കെ സംവിധാനം ചെയ്തു. നമ്മുടെ കേരളത്തിലെ സാമൂഹിക കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ശക്തമായ അഭിപ്രായം പറഞ്ഞ് ചില ആളുകൾ കൈയടിക്കും, ചില ആളുകൾ തെറി വിളിക്കും, എന്നാലും വേണ്ടിയിൽ ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായി ഇടപെട്ടിരുന്നതാണ്. ആദ്യം ബിഗ് ബോസ് എന്ന പരിപാടിയെ കുറ്റം പറഞ്ഞു, പിന്നെ ബിഗ് ബോസിൽ ചെന്നു, അവിടെ ജേതാവായി. പുള്ളി ഇങ്ങനെ വേലശി ഇങ്ങനെ നിന്ന സമയത്താണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും ഞാൻ കൊട്ടാരക്കരക്കാരനാണ്, പണ്ടേ കോൺഗ്രസ്സുകാരാണ്, അതുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും എന്ന് ആദ്യം പ്രതീക്ഷിച്ചു. കോൺഗ്രസിന് സീറ്റ് കിട്ടില്ല. അപ്പോഴത്തേക്ക് ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസ്സിൽ ചെന്നു. പിന്നെ അഖിലൊരു പ്രതീക്ഷ BJP ആയിരുന്നു. BJPയുടെ രാഷ്ട്രീയവുമായി വികസന കാഴ്ചപ്പാടുമായിട്ട് അടുപ്പമാണെങ്കിലും വർഗീയത ശരിയാവില്ലെന്നാണ് പുള്ളി ഇന്ന് പറഞ്ഞത്. ഏതായാലും BJP എങ്കിൽ BJP മത്സരിക്കാം, 2020 സ്ഥാനാർത്ഥിയാകാമല്ലോ. ഏത് 2020 ആണെങ്കിൽ അവിടെ നിന്ന് അപ്പോഴത്തേക്ക് NDA മുന്നണിയിൽ ചെന്ന് BDJസിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവിടുത്തെ വലിയ ഘടകകക്ഷിയാവുന്നു. പൂ ചോദിച്ചവന് പൂന്തോട്ടം കിട്ടിയെന്ന് പറയുന്ന പോലെ 19 സീറ്റ് BJP എടുത്ത് കൈ കൊടുക്കണം മത്സരിക്കാൻ. ഇത് കണ്ട് BDJസുകാർ ഞെട്ടി, BJPക്കാർ പിന്നെ പണ്ടേ ഞെട്ടി. അങ്ങനെ നിന്നപ്പോൾ അഖിൽമാരാർ നേരെ 2020 ചേരുകയാണ്. കേരളം നന്നാക്കാൻ 2020 കൊണ്ട് പറ്റൂ. ഞാൻ 2020യിലേക്ക്, പ്രിയമുള്ളവരെ, ഞാൻ 2020യിലേക്ക് വരുന്നു. എന്തൊക്കെ ബഹളമായിരുന്നു. കൊട്ടാരക്കര മത്സരിച്ച് കൊട്ടാരക്കര MLA ആകാം എന്നായിരുന്നു അഖിൽമാരുടെ ആദ്യ സ്വപ്നം. കൊടിക്കുന്നിൽ സുരേഷിനോട് കലിപ്പുള്ള കോൺഗ്രസ്സുകാരും KN ബാലഗോപാലിനോട് കലിപ്പുള്ള CPMമാരും പിന്നെ മൊത്തത്തിലുള്ള എൻ്റെ ആരാധകരും എല്ലാം കൂടെ ചേർന്ന് ഞാൻ MLA ആകുമെന്ന് പുള്ളി ഉറപ്പിച്ചു. കൊട്ടാരക്കര മത്സരിക്കാൻ പുള്ളി പണിയൊക്കെ തുടങ്ങിയപ്പോൾ പറയൂ, അതെ ചെറിയൊരു പ്രശ്നമുണ്ട്. കൊട്ടാരക്കര അവിടെ കോൺഗ്രസിൽ നിന്ന് രശ്മി വന്നിട്ടുണ്ട്. അപ്പോൾ രശ്മി BJP സ്ഥാനാർത്ഥിയാകും. അപ്പോൾ അഖിൽ നമുക്ക് വേറൊരു മണ്ഡലം കണ്ടുപിടിക്കാം എന്ന് സാബു സാർ പറഞ്ഞത്രേ. പാവം മാരാർ വിചാരിച്ച് ശരി കൊട്ടാരക്കര വേണ്ട, ഞാൻ കൊച്ചിയിലാണല്ലോ, തൃപ്പൂണിത്തുറ നമുക്ക് ഇത്തവണ 2020 കിട്ടിയ സീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് BJPക്ക് നല്ല വോട്ട് ബാങ്കുള്ള സ്ഥലമാണ്. BJPക്ക് മുനിസിപ്പാലിറ്റി ഉണ്ട്. അപ്പോൾ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ, കൗൺസിലർ അടക്കം ഉള്ളവരെല്ലാം കൂടെ നമുക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയാൽ തൃപ്പൂണിത്തുറ ജയിക്കാവുന്നൊരു സ്ഥലമാണ്. സ്വാഭാവികമായും തൃപ്പൂണിത്തുറ ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് അഖിൽമാരാർ തൃപ്പൂണിത്തുറ മത്സരിക്കാനുള്ള പണി തുടങ്ങി. തൃപ്പൂണിത്തുറ മത്സരിക്കാൻ നിന്ന അഖിലിനോട് ഒരു ദിവസം അവസാനം വിളിച്ചു പറഞ്ഞു, അതെ തൃപ്പൂണിത്തുറയിൽ ചെറിയൊരു മാറ്റമുണ്ട്. എന്ന് മാറ്റം? തൃപ്പൂണിത്തുറയിൽ അവിടെ ഉണ്ട്, പിന്നെ തൃപ്പൂണിത്തുറ വരെ തൃക്കാക്കര ആണ് അഖിലിന് തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത്രയും ആന കുത്തിയാൽ പോലും അറിയാത്ത സ്ഥലമാണ് തൃക്കാക്കര. അവിടേക്കാണ് അഖിൽമാരാർ ചെന്നിറങ്ങുന്നത് NDA സ്ഥാനാർത്ഥിയെ. അതിൻ്റെ കഥയൊക്കെ അഖിൽ പറയുന്നുണ്ട്. മണ്ഡലം കമ്മിറ്റി പോലും നിലവില്ലാത്തൊരു സ്ഥലത്ത് ഇവരെന്നെ മത്സരിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ മത്സരിക്കാൻ ഇറങ്ങുന്നു. അവിടെ അങ്ങ് നോക്കി മരുന്നിന് പോലും ഒരു 2020 അത്രയും. ഏത് ആകെ 3 പഞ്ചായത്തിലുള്ള പാർട്ടിയാണല്ലോ ഈ 2020. കെട്ടിപ്പറക്കി അങ്ങനെ തൃക്കാക്കര ചെല്ലുകയാണ്. പ്രചരണത്തിന് ആൾ വേണമല്ലോ. ഇപ്പോൾ തൃപ്പൂണിത്തുറ പോലൊരു മണ്ഡലത്തിലേക്ക് ഞാൻ വരുന്ന സമയത്ത് BJPക്ക് 30-35,000 വോട്ടിൻ്റെ ബേസുള്ള മണ്ഡലമാണ്. BJPക്ക് സംഘടനയുള്ള മണ്ഡലമാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ പോകുന്നത് കൗൺസിലർമാരും മുനിസിപ്പൽ ചെയർമാനും ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ്. തൃക്കാക്കരയെ സംബന്ധിച്ച് ഒരു കൗൺസിലറില്ലെന്നേ, ഒരു കൗൺസിലറില്ല. ഇനി കൗൺസിലറിലെന്നത് പോട്ടെ, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏതെങ്കിലും ഒരു NDAയുടെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പോലും ഇല്ലാതെ, കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്ന ഒരാളാണ് ഞാൻ. തൃക്കാക്കരയിൽ ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പോലും ഇല്ല. കൊട്ടാരക്കര, കൊല്ലം, കുണ്ടറ, കരുനാഗപ്പള്ളി തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പരിചയക്കാരെയും കൂട്ടുകാരെയും അടുപ്പക്കാരെല്ലാം അവിടെ കൊണ്ടുപോയി തൃക്കാക്കര കൊണ്ടുപോയി വെച്ചു. പ്രചരണം തുടങ്ങി. ഇതുങ്ങൾക്കെല്ലാം ഡെയിലി ഭക്ഷണം കൊടുക്കണം, ഉറങ്ങാൻ സ്ഥലം കൊടുക്കണം. ചിലവുണ്ടോ? വലിയ ചിലവാണ്. എന്നാൽ സാബു സാർ കാശ് വല്ലതും കൊടുത്തോ? ഒന്നും കൊടുത്തില്ല എന്നാണ് അഖിൽമാരാർ പറയുന്നത്. നിങ്ങളിൽ പലരും ഇലക്ഷന് ശേഷം ഞാനൊരു ഇലക്ട്രിക് വണ്ടി എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം കരുതി ഇവൻ ഇലക്ഷന് ഫണ്ട് കിട്ടിയതുകൊണ്ടാണ് ഇലക്ട്രിക് വണ്ടി എടുത്തത്. എൻ്റെ പൊന്ന്, എൻ്റെ മക്കളാണ് സത്യം. ബെൻസ് പതുക്കെ അങ്ങ് വിറ്റിട്ട് ഇലക്ട്രിക് വണ്ടിയിൽ നടന്നാൽ മാസമുള്ള ചിലവ് കുറയും. കാര്യം എൻ്റെ അച്ഛന് ക്യാൻസറാണ്. ഞാൻ എറണാകുളത്ത് നിന്ന് ഞാൻ കൊട്ടാരക്കരയ്ക്ക് ഒരു മാസത്തിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും പോകേണ്ട സാഹചര്യം പലപ്പോഴും ഉണ്ടാവും. ഇത് ആരെയും കാണിക്കാൻ വേണ്ടി പോകുന്നതല്ലോ, ഞാൻ പോയി വരുന്ന കാര്യമല്ലേ.
അതിന് ബെൻസിൽ പോയി വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 4,000-5,000 രൂപ ചിലവാണ്. ഇലക്ട്രിക് വണ്ടി ആകുമ്പോഴത്തേക്ക് ലാഭം ഉണ്ടാവും. എനിക്ക് വരുമാനം വരുന്നത് അവസാനിച്ചു. NDAയിലേക്ക് പോയതിന് ശേഷം എന്നോട് അത്രയും അടുപ്പമുള്ള എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ എന്നെ വിളിച്ചത് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല വരുമാനങ്ങളും അവസാനിച്ചു. ഇതേ സമയം നമ്മൾ പഴി കേൾക്കേണ്ടി വരുന്നു. പാവം ആറ്റുനൂറ്റിരുന്ന് വാങ്ങിയ 20 ലക്ഷം രൂപയുടെ BMW ബൈക്ക് 10 ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോയി വിറ്റു. പിന്നെ ഭാര്യയുടെ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോയി വിറ്റു. ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ വൈഫിൻ്റെ കുറേ ഗോൾഡ് കൊണ്ട് വിറ്റു. അപ്പോൾ എൻ്റെ അടുത്ത് വൈറ്റ് ഗോൾഡിൻ്റെ ആൾ ചോദിക്കുകയാണ്, വൈറ്റ് ഗോൾഡിലാണ് ഞാൻ കൊണ്ട് വിറ്റത്. അപ്പോൾ പുള്ളി ചോദിക്കുകയാണ്, അല്ല ആക്ച്വലി മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും ഉണ്ടായില്ല, ഞങ്ങളെല്ലാം വിചാരിച്ചത് അഖിലിന് അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്ത് കാര്യം? ഒരു കാര്യമില്ല. 10-12,000 ഫ്ലക്സ് അടിച്ചിട്ട് അത് വയ്ക്കാൻ കോർപ്പറേഷൻ സമ്മതിച്ചിട്ടത്രയാണ്. എനിക്ക് ഏതാണ്ട് 12,000 ഫ്ലക്സ് അടിച്ചെന്ന് തോന്നുന്നു. പലതും കയറിയിട്ട് പോലുമില്ല. ആദ്യം അടിച്ചത് ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ ഇതില്ലാത്ത ഫ്ലക്സുകളാണ്. അതുകൊണ്ട് ഇതൊന്നും വെക്കാൻ കോർപ്പറേഷൻ സമ്മതിച്ചില്ല. പിന്നെ കത്ത് കുത്തിയിരുന്ന് കുട്ടികൾക്ക് വേണ്ടി 10-12,000 കത്ത് എഴുതി. അത് ഭാര്യയും കൂട്ടുകാരും 2020 പ്രവർത്തകരും ഏതൊക്കെയോ ആളുകൾ കയറുന്നിരുന്ന് എഴുതിയതാണ്. പക്ഷേ ഈ കത്തെല്ലാം ആളുടെ കൈ കിട്ടിയപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു പോയത്രേ. ഞാൻ ഏതാണ്ട് 12,000-ലധികം കുട്ടികൾക്ക് ഡയറക്റ്റ് കത്തെഴുതി. ഇതൊന്നും കറക്റ്റ് സമയത്ത് പോസ്റ്റ് ചെയ്തില്ല. പക്ഷേ പാവങ്ങളെല്ലാം കൂടെ കുറേ സ്ത്രീകളെല്ലാം കൂടെ, എൻ്റെ വൈഫും കുട്ടികളും അവരുടെ 2020 കുറച്ച് സ്റ്റാഫുകളും എല്ലാവരും കൂടെ ചേർന്നിരുന്നിട്ട് ഈ കത്തെല്ലാം പ്രിപ്പയർ ചെയ്തു. 12,000 കത്തുകൾ എഴുതി പോസ്റ്റ് ചെയ്തു. സമയത്ത് പോസ്റ്റ് ചെയ്തില്ല. ഞാനിത് സ്പീഡ് പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് പലർക്കും കത്ത് കിട്ടി. കഷ്ടം തന്നെ. ഏതൊരു സ്ഥാനാർത്ഥിക്കും ഇതുപോലൊരവസ്ഥ ഉണ്ടാകരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെയും പ്രാർത്ഥന. ഏതായാലും മാരാരാകെ മടുത്തു. കാരണം 2020 കഥ ആലോചിക്കുമ്പോൾ രസമാണ്. കാരണം ഈ 10-19 സീറ്റ് അവർക്ക് കിട്ടിയല്ലോ. ഇവിടെയൊക്കെ ആരെയൊക്കെ മത്സരിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സബുസറിന് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. അഖിൽമാരൻ അവിടെ ഓർക്കാത്തൊരു കാര്യമുണ്ട്. ഒരിക്കൽ 2020 സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഏതെങ്കിലും ഒരാൾ പിന്നെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ 2020 സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല. അതാണ് ആ പാർട്ടിയുടെ കോണം. തെരഞ്ഞെടുപ്പ് കാലത്തല്ലാതെ 2020 പാർട്ടിയെ കേരളത്തിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാണ് ആ പാർട്ടിയുടെ കോണം. എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടുകയോ അഭിപ്രായം പറയുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതാണ് 2020. നിങ്ങൾ ആരെങ്കിലും കണ്ടോ 2.5 മാസമായിട്ട് 2020 എന്തെങ്കിലും രാഷ്ട്രീയ പ്രതികരണം? ഇപ്പം കഴിഞ്ഞ 2.5 മാസമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. പല പ്രശ്നങ്ങളും നമ്മുടെ കേരളത്തിൽ നടന്നല്ലോ. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ അടുത്ത സമയത്താണ് ഡൽഹി സമരം ഉൾപ്പെടെ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, സാബു ജേക്കബിൻ്റെയോ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ 2020 ഭാഗമായിട്ട് ഒരു രാഷ്ട്രീയ പ്രതികരണം നടത്തിയോ? ഈ 2020 രാജ്യം നന്നാക്കാം എന്ന് കരുതി അഖിൽ മാരാർ ചാടി ഇറങ്ങിയത് എന്നുകൂടി ആലോചിക്കുമ്പോൾ ഇതിപ്പോൾ ആരെ പറയണം, ആരാരെ പറയണോ, 2020 പറയണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് നാട്ടുകാർ. ഏതായാലും ഞാൻ പറഞ്ഞു 10-12,000 കത്തൊക്കെ എഴുതി പോസ്റ്റ് ചെയ്തു. പക്ഷേ സ്പീഡ് പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പോസ്റ്റ് ചെയ്ത് വളരെ സ്ലോ ആയിട്ടാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ആൾ കത്ത് കിട്ടി. അങ്ങനെയാണോ? ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം അഖിൽ മാരാർ. ബാക്കി സ്ഥാനാർത്ഥികളുടെ കാര്യം ഞാൻ പറയണ്ട. ആളുകളെ വിജയാഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കാൻ വിളിക്കുന്ന തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥി, കുറേ സ്ഥാനാർത്ഥികൾ സീരിയലിലൊക്കെ ആളുകൾ കണ്ടിട്ടുള്ള ആളുകളാണല്ലോ. ഇവരെല്ലാം കൂടെ അങ്ങ് ഇറങ്ങിയല്ലേ. സാവുസാർ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന 3-4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാണ് പിന്നെയാണ് അറിയുന്നത് ഇതുങ്ങളെ എന്ന് പേര് വോട്ടർ പട്ടികയിലില്ലെന്ന്. കാര്യം പലരും പറഞ്ഞു അഖിലൊക്കെ 2020 വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തോന്നി കൊള്ളാം, എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ അവർ ചെയ്യാൻ പോകുന്നു. പിന്നീട് ആ സമയത്ത് വന്ന ചില കാൻഡിഡേറ്റ് പട്ടിക നിങ്ങൾ കേട്ട് കാണും. വോട്ടർ പട്ടികയിൽ പോലും പേരില്ലാത്തവർ, കേരളത്തിൽ ഇന്ന് വരെ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലാത്തവർ, ഒരു എവിടെ ആയിക്കോട്ടെ, കേന്ദ്രത്തിനെതിരെ ആയിക്കോട്ടെ സംസ്ഥാനത്തിനെതിരെ ആയിക്കോട്ടെ, ഒരു രാഷ്ട്രീയ അഭിപ്രായ പ്രകടനം പോലും നടത്താത്ത ആൾക്കാരെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന് കാൻഡിഡേറ്റ് ആക്കി. അപ്പോൾ ഇവരുടെ ഉദ്ദേശം രാഷ്ട്രീയമല്ല. അതാണ് രാഷ്ട്രീയ പ്രവർത്തനം, അതാണ് സൂക്ഷ്മത. വിജയാഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കാൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് ആളുകളെ വിളിച്ച ആളുകളുണ്ട്. എല്ലാം ഇത് ഗംഭീര കക്ഷിയിലാണ്. ചുമ്മാ വെയിലത്തിറങ്ങി വെയിൽ കൊണ്ട് ടാൻ അടിച്ചത് തന്നെ മെച്ചം. വേറെ ഒരു കാര്യമുണ്ട്. രാജ്യത്ത് നടക്കുന്നത് എന്താണ്, സംസ്ഥാനത്ത് നടക്കുന്നത് എന്താണ്, എന്ത് സാമൂഹിക പ്രശ്നങ്ങളാണ് ഇവർക്ക് അറിയാവുന്നത്? ഒരു പിടുത്തമില്ല. സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കഴുത്തിലൊരു ഷാളൂട്ടം ഇറങ്ങുകയാണ്. എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് ഇറങ്ങിയാൽ അവിടെയും തെറ്റി. കാരണം അഖിൽ മാരാർ പറയുന്നത് 10-40 കോടി രൂപ 2020 BJPയിൽ നിന്ന് ഫണ്ട് വന്നിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഈ ഫണ്ടൊന്നും സാബു സാർ ചിലവാക്കിയില്ല എന്നും. എറണാകുളത്ത് മാത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തിനാണ് 19 സ്ഥലത്ത് മത്സരിച്ചത്? 19 സ്ഥലത്ത് മത്സരിക്കുന്നത് 19 സ്ഥലത്തു നിന്നുള്ള ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാബു എടുത്തെന്നാണോ അഖിൽ പറയുന്നത്? ഈ BJP നേതാക്കൾ കുഴിച്ചിട്ടോന്നൊന്നും എനിക്കറിയത്തില്ല. BJPയിൽ നിന്ന് പുള്ളിക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് ഞാൻ എന്ന് BJPയുടെ തന്നെ ചില നേതാക്കന്മാർ മറ്റു പലരോട് പറഞ്ഞതിൽ നിന്നും, കാര്യം എനിക്ക് പണം കിട്ടി എന്ന രീതിയിൽ, അതായത് സാബു ജേക്കബിന് പണം കൊടുക്കുമ്പോൾ അതെനിക്കും കിട്ടുമല്ലോ എന്ന അർത്ഥത്തിൽ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് 5 പൈസ കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ
ഇവിടെയാണ് സാബു ജേക്കബ് എന്ന ബിസിനസ്സുകാരനെ കുറിച്ച് ഓർത്ത് എനിക്ക് നല്ല സന്തോഷവും അഭിമാനവും. കാരണം പുള്ളി നല്ല ബിസിനസ്സുകാരനാണ്, തലയിൽ ആൾ താമസമുള്ള ബിസിനസ്സുകാരനായിട്ടാണല്ലോ ഈ 40 കോടി രൂപ ചിലവാക്കാത്തത്. വെറുതെ എന്തിന് പൈസ പാഴാക്കി കളയണം എന്ന് പുള്ളിക്ക് തോന്നിക്കാണും. ഈ 40 കോടി രൂപ ചിലവാക്കിയിട്ടും ഇത് റിസൾട്ട് തന്നെയാണല്ലോ വരാൻ പോകുന്നത്, പിന്നെന്തിന് ഉള്ളത് അവിടെ ഇരിക്കട്ടെ എന്ന് പുള്ളി വിചാരിച്ച് കാണുമെങ്കിൽ അതിൽ തെറ്റ് പറയാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? പിന്നെ ഇലക്ഷനിലേക്ക് കടക്കുന്നു, പ്രചരണം കൊണ്ടുപിടിച്ച് നടക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ അടുപ്പക്കാരെയും ബന്ധുക്കളെയും എല്ലാം വിളിച്ചിട്ടുണ്ടെന്ന് അഖിൽമാരാൻ്റെ തൃക്കാക്കര ഇളക്കി മറിക്കുകയാണ് ഇപ്പോൾ ജയിക്കുമെന്ന് പറഞ്ഞു. സാബു സാറിനെ നോക്കുന്നു. സാബു സാർ തൃക്കാക്കര വന്നു, ഇല്ല. തൃപ്പൂണിത്തുറ വന്നു, ഇല്ല. സാബു സാറിനെ ഇവിടെ എങ്ങ് കാണാനില്ല. ഇലക്ഷൻ സമയം 24-25 ദിവസം നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ നോമിനേഷൻ കൊടുക്കുന്ന ഒരു ദിവസം മാത്രമാണ് 2020 ചെയർമാനായ സാബു ജേക്കബ് നമ്മുടെ അടുത്ത് വന്നത്. നമ്മൾ വിചാരിച്ചു തൃപ്പൂണിത്തുറയിൽ പുള്ളി ഫുൾ ടൈം ഉണ്ടെന്ന്. അവിടെയുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട അത്യാവശ്യം കേരളത്തിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്തിട്ടുള്ള എന്നെപ്പോലെ ഒരാൾ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ പോലും പുള്ളി ഇതാണ് ചെയ്തു തരുന്നത്. പുള്ളി ഈ 2020 മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് ചേട്ടൻ ആയി ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്രയും നാളായിട്ട് ഈ പുള്ളിയെ വിളിച്ചിട്ടില്ല, ഒരു നന്ദി പോലും പറഞ്ഞിട്ടില്ല. കാര്യം ഈ പുള്ളി ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ മണ്ഡലം പ്രസിഡന്റിനോട് അന്വേഷിച്ചു എന്ന് അഖിൽമാരാർ പറയുമ്പോഴാണ് ഇതിനൊക്കെ ഒരു മണ്ഡലം പ്രസിഡന്റ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് സാബു സാർ ആരെയും വിളിച്ചില്ലത്രേ. അപ്പോൾ നമ്മൾ വിചാരിക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുള്ളി ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാകുന്നു. അവഗണന ഇത്രയും ഒരു ഒറ്റതിന് ശേഷമാണെന്ന് അവഗണന ചോദിച്ചു കഴിഞ്ഞാൽ 2020 അവിടെ ജയിച്ചത്. 2020 അങ്ങ് ജയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് അവഗണന പുള്ളി എന്നോട് മാത്രമല്ല. കാര്യം എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇദ്ദേഹം വന്നത് ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒരു വിളിയും കാണാത്തതുകൊണ്ട് അഖിൽമാരാർ പുള്ളിക്കൊരു മെസ്സേജ് അയച്ചു. അത് പുള്ളി പറയുന്നുണ്ട്. അതായത് ഇതൊന്നൊരു തിരിച്ചടിയല്ല, നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണം, ശക്തമായി സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടണം. തമിഴ്നാട്ടിൽ വിജയുടെ പാർട്ടി വരുന്നുണ്ട്, കുറച്ച് പേര് അങ്ങോട്ട് പോകും, അതിന് നമുക്ക് ആളുകൾ പിടിക്കണം, കട്ടയ്ക്ക് ഞാൻ കൂടെ ഉണ്ട് സാർ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. സാർ ഇത് കണ്ടില്ല, സാറ് വായിച്ചിട്ടില്ല, നോ റിപ്ലൈ. ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിച്ച ആളാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. സിനിമാ മേഖലയിൽ നിന്നും മറ്റിതര മേഖലയിൽ നിന്നും കിട്ടുന്ന വരുമാനം വേണ്ട എന്ന് വെച്ചുകൊണ്ട് പരിപൂർണമായും ജനങ്ങൾക്കിടയിൽ ഇറങ്ങണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. കഴിഞ്ഞ 2.5 മാസക്കാലമായിട്ടും ഒരു മെസ്സേജിന് റിപ്ലൈ തന്നിട്ടില്ല, ഫോണിന് റിപ്ലൈ തന്നിട്ടില്ല. എന്തെല്ലാം പ്രതീക്ഷയോടെ വന്ന ചെറുപ്പക്കാരൻ. നിങ്ങളൊരു ചെറുപ്പക്കാരനെ ഇങ്ങനെ അപമാനിക്കാം? ഒന്നുമില്ലേലും അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറല്ലേ, ഇങ്ങനെയൊക്കെ കളിയാക്കും. ഏതായാലും പതുപോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി സാബു സാർ ഈ ഐറ്റങ്ങളെല്ലാം കറിവേപ്പില പോലെ ഇങ്ങനെ എടുത്തെറിയും. സാബു സാറായി, സാബു സാറിൻ്റെ ബിസിനസ്സായി. നോ 2020. ഇനി അടുത്ത ഇലക്ഷൻ സമയത്ത് മാത്രം 2020 എന്ന് പറയൂ, നമ്മൾ കേൾക്കൂ. അതാണ് ലൈൻ. ഇംഗ്ലീഷിൽ രാജീവ് ചന്ദ്രശേഖറിന് ഇതേ മാരാർ മെസ്സേജ് അയച്ചു. അതായത് മലയാളത്തിൽ സാബു സാറിനും അതിൻ്റെ പരിഭാഷ ഇംഗ്ലീഷിൽ രാജീവ് സാറിനും അയച്ചു. രണ്ടുപേരും മൈൻഡ് ചെയ്തില്ലത്രേ. എന്തോ ഒരു ക്രൂരതയാണ്. അതായത് മാർച്ച് 11 ഞാൻ രാജീവ് ചന്ദ്രശേഖരൻ അയക്കുന്ന മെസ്സേജാണ്. സാർ, ഐ ആം കറന്റ്ലി ഇൻ എ സിറ്റുവേഷൻ വെയർ ഐ ഫീൽ ഐ ഹാവ് ബീൻ caught in a big betrayal. Even though there was a possibility for me to get a seat in Congress, the reason I decided to join 2020 was the assurance given by Sabu Jacob that Kottarakara seat would be given to me. He had clearly told me that Rajiv Etan and had agreed to give the Kottarakara seat to 2020. Now seeing what happened, I do not know whether Sabu Jacob cheated me or whether BJP cheated Sabu Jacob. All I know is that my life has been pushed into a very difficult situation. My career, my income, my credibility, my word and even my family have all been affected because of this. I can explain everything in detail when we will meet in person. I just wanted to inform you about these matters എന്ന് മാർച്ച് 11 അയച്ചു. കഴിഞ്ഞ ബുധനാഴ്ച ഈ വിഷയം ഞാൻ അദ്ദേഹത്തിന് അയച്ചു. സാർ, ദിസ് ഈസ് അഖിൽമാരാർ. ഈ സെയിം കാര്യം പറഞ്ഞുകൊണ്ട് ഞാനിത് പബ്ലിക്കായിട്ട് പറയുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ അദ്ദേഹത്തെ ഈ വിഷയം അറിയിച്ചു. എനിക്ക് കൃത്യമായിട്ടുള്ള മറുപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവസാനം ഇരുന്നിരുന്ന് കഴിഞ്ഞ മാർച്ച് 15 അവസാനം മെസ്സേജ് അയച്ചു. ഞാൻ പോകുന്നു, ഞാനിതാ പോവുകയാണ്, നിങ്ങളോട്ടുള്ള ഒരു പരിപാടിക്ക് ഇനി ഞാനില്ല എന്ന് പറഞ്ഞ് മാരാർ പോവുകയാണ്. ഗദ്ഗത കണ്ടനായി എന്ന് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങി അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ രാജ്യദ്രോഹ കേസ് ഏറ്റുവാങ്ങിക്കൊണ്ടുന്ന ഒരാളാണ് ഞാൻ. അതും കേസും വഴക്കും മാത്രമാണ് എനിക്കിതിൽ നിന്ന് കിട്ടിയ പ്രതിഫലം. എന്തെല്ലാം സ്വപ്നങ്ങളാണോ എന്ന് പണ്ട് ആരോ എഴുതിയിട്ടില്ലേ, അത് കണ്ട് വന്നതാണ്. പക്ഷേ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി പാടി തിരിച്ചിറങ്ങാനായിരുന്നു അഖിൽമാരാരുടെ വീതി. എന്തെല്ലാം നമുക്കിനി കേൾക്കാനുണ്ട്. ഏതായാലും അഖിൽമാരൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും പ്രതികരിക്കാനില്ല എന്ന ഒറ്റവരി പ്രസ്താവനയിൽ 2020 ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ്. നോ മോർ ഡയലോഗ്സ് ഫോർ അഖിൽമാരാർ എന്നുള്ളതാണ് പുള്ളിയുടെ ഡയലോഗ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി ഒരു ഡയലോഗ് കേൾക്കത്തില്ല.
അടുത്ത തിരഞ്ഞെടുപ്പ് സമയമാകുമ്പം ഇതണക്ക് ഏതെങ്കിലും കുറേ പാവപ്പെട്ടവന്മാരെ വിളിച്ചുകൊണ്ട് വന്ന് സ്ഥാനാർത്ഥിയാക്കി 2020 എന്ന് പറഞ്ഞിറങ്ങും. അന്നും ഈ ഫണ്ട് വിവാദം ആരെങ്കിലും ഉന്നയിക്കുമോ എന്തോ. ഏതായാലും കാശാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലായല്ലോ. BMW ബൈക്ക് വിറ്റു, വെണ്ണമുള്ളയുടെ സ്വർണ്ണാഭരണം വിറ്റു, തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി, പ്രവർത്തനം നടത്തി, ഒന്നുമില്ലാതെ ഇറങ്ങുന്ന അഖിൽമാരാണ്. ചായക്കാശെങ്കിലും കൊടുത്തിട്ട് വിടായിരുന്നു ആ പാവത്തിന് എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഇതുപോലെ രാഷ്ട്രീയ പ്രവർത്തനം വല്ല എളുപ്പമാണ് എന്ന് വിചാരിച്ചിറങ്ങുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്, സംഭവം നമ്മൾ ഈ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികളെ അല്ലെങ്കിൽ വർഷങ്ങളായി നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ കുറ്റം പറയുമെങ്കിലും അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും നമുക്ക് കാണാൻ പറ്റില്ല. അവർ ചെയ്യുന്ന ഭൂരിഭാഗം പ്രവൃത്തികളിലും ഒരു ലക്ഷ്യവും ഒരു നേരുമൊക്കെ കാണും. ഇതൊന്നും കാണാതെ ആരെങ്കിലും ഒന്ന് വിളിക്കുമ്പോൾ ഓക്കെ നാളെ MLA, മറ്റന്നാ MP, അതിൻ്റെ പിറ്റേന്ന് മന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഏക്കും പൂക്കുമില്ലാതെ ചാടി വീഴുന്ന ഓരോരുത്തർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. അഖിൽമാരാർ തിരുത്താൻ തീരുമാനിച്ചു നന്നായി, തിരുത്തി നല്ല പൊതുപ്രവർത്തനമായി തുടരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.